വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന്. ഇന്ന് ന്യൂസിലാൻഡിലെ ലോട്ടോ മാക്സിമം ഒരു പ്രൈസിലേക്ക് എത്തിയിരിക്കുകയാണ്. മസ്റ്റ് വിന്നാണ്. ഏതാണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുകയാണെങ്കിൽ 250 കോടിയുടെ മുകളിലാണ് എത്തി നിൽക്കുന്നത്. അതായത് ന്യൂസിലാൻഡ് മണി 50 മില്യൺ. അപ്പോൾ ഞാൻ ഒരു ലോട്ടറി എടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് മനസ്സിലാക്കാൻ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. ഓക്കെ, ഈ കാണുന്നത് ഒരു ലോട്ടോ ഷോപ്പാണ്. നമുക്ക് പതുക്കെ ലോട്ടോ ഷോപ്പിൽ കയറാം. ഓക്കെ, പോയി മേടിക്കാം. നമ്മളങ്ങനെ ലോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നത് കണ്ടോ, 50 മില്യൺ ആയിട്ടോ. ഏതാണ്ട് 250 ക്രോസ് ആണ് ഇന്ത്യൻ റുപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ പല ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ ഇതിൽ സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് നിങ്ങളുടെയും കൂടെ മണിയാണ് ഞാൻ ഇതിലിടുന്നത്. അപ്പോൾ ഓക്കെ, ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നു, വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ പുള്ളിയോട് ചോദിക്കുകയായിരുന്നു ഏതാണ് ബെസ്റ്റ് എന്ന്. അപ്പം പുള്ളി പറഞ്ഞാൽ ഇതാണ് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ എടുക്കുന്നതെന്ന് പറയുന്നു. $20 ആണ്. $20 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1000 ഇന്ത്യൻ റുപ്പീസ്. യാ, ആൻഡ് ഐ ലൈക്ക് ടു ടേക്ക് 2 ബ്രദർ. യു ആർ ഇന്ത്യൻ വിച്ച് പാർട്ട്? പഞ്ചാബി. ഓക്കെ, കൂൾ. ഞാൻ ഏതാണ്ട് 2000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ മണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരുന്നു ഗൈസ്. അങ്ങനെ സംഭവം കിട്ടി. ഞാൻ പൈസ കൊടുത്തില്ല കേട്ടോ, പൈസ കൊടുക്കണം. ഓക്കെ, ഇത് മുഴുവൻ നിങ്ങൾ നമ്പറോടെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ ഉള്ളതാണ്. വരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ $40 സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 2000 രൂപ. ഓക്കെ, ചെക്ക്. പിൻ നമ്പർ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അങ്ങനെ റിമൂവ് കാർഡ് അങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞു. ഇതാ ഗൈസ്, നമ്മുടെ ടിക്കറ്റ് ഇതാണ്. അങ്ങനെ നമ്മൾ 2000 രൂപ, അതായത് ന്യൂസിലാൻഡ് ഡോളർ വെച്ച് $40 ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ മണിയാണ് ഗൈസ്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്നും നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ട് കിട്ടിയ പൈസയുടെ ചെറിയൊരു അംശമാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല, ചെറുതായിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ 250 കോടി ഇന്ത്യൻ റുപ്പി എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലൊരു 10% അല്ലേ, 25 കോടി രൂപ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കൊടുക്കും, ധൈര്യമായിട്ട് കൊടുക്കും. ഒന്നും സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇവൻ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് സ്ഥലം വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ. നിങ്ങൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഇതാ ഈ നമ്പർ നിങ്ങൾ നോക്കി വെച്ചോ. അടിച്ചു കഴിഞ്ഞാൽ മാസ്റ്ററായിട്ട് കൊടുത്തിരിക്കും, സംശയമില്ല. 250 കോടി അടിച്ചു കഴിഞ്ഞാൽ 25 കോടി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് കിട്ടിയിരിക്കും. അത് നിങ്ങളുടെ പൈസ ഇട്ടാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, അല്ലാതെ എൻ്റെ പൈസയല്ല. നിങ്ങളുടെ പൈസയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഈ പ്രാവശ്യം അടിച്ചില്ല എന്നിരിക്കട്ടെ. ഈ പ്രാവശ്യം അടിച്ചില്ലെങ്കിലും ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ വരുന്ന ബിഗ് മണിയുടെ ടിക്കറ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ഷെയർ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബർ ആയിരിക്കണം. വീഡിയോയ്ക്ക് കമൻറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരിക്കണം. സബ്സ്ക്രൈബർ ഈ വീഡിയോയ്ക്ക് ഈ അടിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബർ എല്ലാവർക്കും കൊടുക്കും. പക്ഷേ അതിൽ നിന്ന് ഒരു ലക്കി ഡിപ്പും ഉണ്ടാവും. ലക്കി ഡിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണ് കമൻറ്റ് തന്നിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ലക്കി ഡിപ്പായിട്ട് വേറെ എമൗണ്ട് വരും. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരിപാടികളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ തന്നെയാണ്. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് കിട്ടുന്ന പൈസ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നതിനായിട്ട്. അത് നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു തരാൻ ഞാൻ ശ്രമിക്കുന്നു, ട്രൈ ചെയ്യുന്നു. ഇങ്ങനെ ബിഗ് മണി വരുമ്പോൾ ഞാൻ ഇത് ചെയ്യും. ഈ 50 മില്യൺ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. ഇത് 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പം വേറെ എന്തൊക്കെ ബിഗ് മണികൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏതാണ്ട് ഇതുപോലെ ബിഗ് മണി വന്നിരിക്കുന്നത് 2020 2 പ്രാവശ്യം 50 മില്യൺ വന്നിട്ടുണ്ട്. പിന്നെ 2016 ഒരു 44 മില്യൺ വന്നിട്ടുണ്ട്. 2021 ഒരു 42 വന്നിട്ടുണ്ട്. 2016 40 മില്യൺ വന്നിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഈ മണി ഇങ്ങനെ 50 മില്യൺ വന്നിരിക്കുന്നത് 2 പ്രാവശ്യമാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളൂ. ഇത് യൂഷ്വലി ലോട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 3
or 5 million സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഇതിപ്പോൾ ഒരു എങ്ങനെ 50 million എത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ലക്കി ഡ്രോ വന്നില്ല, ആരുടെയും നമ്പർ ശരിയായില്ലെങ്കിൽ അത് കൂടിക്കൂടി പോകും. കൂടുക എന്ന് പറഞ്ഞാൽ 3 എന്നുള്ളത് 6 ഒന്നും അല്ല, വലിയ എമൗണ്ടിലേക്കാണ് കൂടിക്കൂടി പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 3-4 വീക്സ് കൊണ്ടാണ് ഈ 3 million നിന്നും 50 million എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അടിച്ചിരിക്കുന്ന ഒരാളുടെ കഥ എനിക്കറിയാം. ഇത് ചിലപ്പോഴൊക്കെ കിട്ടുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ മണി മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവരിൽ കിട്ടും. അതായത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല, അതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിവിടെ വലിയ ഇതായതാണ്. 28 million ഇവിടെ ഒരു കിവിക്കാണ് കിട്ടിയത്, അത് ഇംഗ്ലീഷുകാരന്. അവനത് ലക്ഷറി തിങ്സിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്തു. പിന്നെ അവൻ്റെ വിട്ടുപോയ എല്ലാ ഗേൾഫ്രണ്ട്സും തന്നെ തിരിച്ചു വന്നു. പിന്നെ ആ ഓരോ ഗേൾഫ്രണ്ട്സിൻ്റെ കൂടെ ലക്ഷറി ട്രിപ്പുകളും പരിപാടിയൊക്കെയായി. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പാപ്പരായി. പിന്നെ അവന് വാടകയ്ക്ക് താമസിക്കേണ്ട സ്ഥിതിയിലേക്ക് പോയി. അതായത് ഒന്നും അവൻ ഇൻവെസ്റ്റ് ചെയ്തില്ല പ്രോപ്പർലി. അതാണ് പ്രോബ്ലം. അപ്പം ആർക്കെങ്കിലും ഇത് അടിക്കുന്നു എന്ന് വെക്കുക, ഉള്ള മലയാളികൾക്കോ അങ്ങനെ വല്ലതും ആർക്കെങ്കിലും നാട്ടിലാണെങ്കിലും വലിയ ലോട്ടറികളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഡീസൻ്റായിട്ട് അവനെ സ്പെൻഡ് ചെയ്യണം. എൻ്റെ ഇതിൽ മണി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോട്ടറി 50 million പോലെയുള്ള വലിയ എമൗണ്ടുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 75% പ്രോപ്പർട്ടിയിലും പിന്നെ മ്യൂച്വൽ ഫണ്ടിലും ഷെയറിലും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിടുക. അതിൽ കൂടുതലും പ്രോപ്പർട്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്തിടാൻ നോക്കുക. ഇവിടെയൊക്കെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പലതെയും പറഞ്ഞിട്ട് ഒരു 10 years കൂടുമ്പോൾ ഡബിൾ ആവുന്ന ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നല്ല റെൻറ്റും കിട്ടും. അപ്പം ഓരോ സ്ഥലത്ത് നല്ലവണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് നല്ല അറിയുന്നവരോടൊക്കെ സംസാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക, നല്ലൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ മണി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. നോ ഡൗട്ട് ഒരു തട്ടിപ്പുമില്ല, ഒന്നുമില്ല. മസ്റ്റായിട്ട് ഇത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള പരിപാടിയൊന്നും അല്ല. അതും ഇല്ലയെന്ന് ഞാൻ പറയാനുള്ള. ഞാൻ ഇത് നിങ്ങളുടെ മണി കൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഞാനിത് തിരിച്ചു തരുന്നു. ഓരോ അതിൻ്റെ ഒരു പോർഷൻ ഞാൻ തിരിച്ചു തരുന്നു. അത് ഇത് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇനി വരുന്ന ഒരു 30 million മുകളിൽ പോകുന്ന എമൗണ്ടുകൾ, അല്ലെങ്കിൽ ഇതെങ്ങനെയാ വെച്ചാൽ 50 million എത്തിക്കഴിയുമ്പോൾ മസ്റ്റ് വിൻ ആണ്. ഇത് എന്തായാലും കൊടുത്തിരിക്കും. ഇതുവരെയുള്ളത് അങ്ങനെ ആയിരുന്നില്ല. ഇതുവരെയുള്ള എമൗണ്ട് എങ്ങനെയാ വെച്ചാൽ നമ്പർ കിട്ടിയാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇത് നമ്പർ ഇപ്പോൾ ആ സെയിം നമ്പർ ആൾക്കാർക്ക് കിട്ടിയില്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പല എമൗണ്ടായി കൊടുക്കും. ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് 50 million കിട്ടും. ആ 50 million ഇപ്പം ന്യൂസിലാൻഡ് മല്ലുവിന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ ഗുണം നല്ലവണ്ണം ഉണ്ടാവും. 25 കോടി ഞാൻ ഷെയർ ചെയ്യും. അതുമാത്രമല്ല, കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നവരിന്ന് ലക്കി ഡ്രോയിൽ ഒരു 3-4 പേരെ ഞാൻ സെലക്ട് ചെയ്ത് വേറൊരു എമൗണ്ടും കൂടെ ഞാൻ തരും. 250 കോടിയല്ലേ കിട്ടുന്നത്, പിന്നെ എന്ത് പേടിക്കാനാണ്? ഇത് ഞാൻ സത്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പരിപാടികൾ ചെയ്തോ. ഇനി ഫ്യൂച്ചറിലും ഇത് തന്നെ കാരി ഓൺ ചെയ്തുകൊണ്ട് പോകുമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്ന് തീരുന്നില്ല. ഇന്ന് കിട്ടുകയാണെങ്കിൽ അടിപൊളി, അല്ലെങ്കിലും ഫ്യൂച്ചറിൽ എനിക്ക് കിട്ടുന്ന ഈ മണി, അതായത് നിങ്ങൾ തരുന്ന മണിയാണ് ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് $1-2 $3 ആയിട്ട് കിട്ടും. വലിയ പൈസ കിട്ടുന്നു എന്നല്ലാട്ട് പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് എന്തെങ്കിലും തിരിച്ചു തരിക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റുകൾ തരിക കേട്ടോ. കമൻറ്റിൽ നിന്ന് പറഞ്ഞല്ലോ, കമൻറ്റിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്യും ആൾക്കാരെ. അപ്പോൾ ഓക്കെ, ഇത് ഫ്യൂച്ചറിലും ഉണ്ടാവും. ഓക്കെ, ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗൈസ്.